നല്ല പണി കിട്ടിയ ഒരു ഫോട്ടോ ഒക്കെ ആട്ടോ ഞാൻ ഇട്ടേക്കുന്നത്. അതിലേക്കൊക്കെ വരാം. അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉഴുന്നൊന്നും ഇടാതെ ഞാനൊരു ദോശ ഉണ്ടാക്കിയായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അടുപ്പൊക്കെ കത്തിച്ച് കഞ്ഞിയൊക്കെ ഇടാനുള്ളൊരു പ്ലാനായിരുന്നു. മനസ്സ് ഫുൾ അപ്പോഴത്തേക്ക് ബ്ലാങ്ക് ആയി കേട്ടോ. കഞ്ഞി ഇടാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്ക് നല്ല തീയൊക്കെ കത്തി. പിന്നെ ഈ കാണുന്നത് എൻ്റെ ബാക്ക് വശമാണ് കേട്ടോ വീടിൻ്റെ. അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കണമായിരുന്നു. നല്ലപോലെ തൂത്ത് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഫ്രണ്ട് വശവും ബാക്കും ഫ്രണ്ടും എല്ലാം നല്ല ചപ്പ് വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ടെല്ലാം തുടച്ചിട്ട് ഞാൻ ഫ്രണ്ടിൻ്റെ സൈഡെല്ലാം വൃത്തിയാക്കുമായിരുന്നേ. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അകത്ത് കയറിയപ്പോൾ കൊച്ച് മൊത്തം നശിപ്പിച്ചിട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് വെള്ളം തിളച്ചപ്പോൾ കഞ്ഞിയെല്ലാം കഴുകിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മാവെല്ലാം അവിടെ നിരത്തി വാരി ഇട്ടിട്ടുണ്ട്. ഞാൻ അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കുമായിരുന്നേ. അങ്ങനെ തുടച്ച് ആ ഫ്രണ്ടും പിന്നെ എൻ്റെ റൂമും എല്ലാം നല്ലപോലെ തുടയ്ക്കണമായിരുന്നു. അവിടെ എല്ലാം മാവ് പറ്റിച്ചായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എല്ലാം തുടച്ച് കഴിഞ്ഞ് റൂമിലോട്ട് ചെന്നപ്പോൾ റൂമും ഒബ്വിയസ്ലി എല്ലാം നിരത്തിയേ എൻ്റെ വീട് കിടക്കാറുള്ളൂ. അങ്ങനെ ഒരു തവണയൊന്നും വൃത്തിയാക്കിയാൽ അത് വൃത്തിയാവുന്നത് പോലത്തെ ഒരു വീടൊന്നുമല്ല. വീടിൻ്റെ അല്ല, എൻ്റെ കുഞ്ഞ് മൊത്തം നശിപ്പിക്കും. അങ്ങനെ അത് മൊത്തം വൃത്തിയാക്കി കഴിഞ്ഞിട്ട് തുണി അലക്കാൻ വേണ്ടി ഇട്ടു. തുണി അലക്കാൻ വേണ്ടി വെള്ളം തുറന്ന് വെച്ചിട്ട് ഞാൻ പോയി നമ്മുടെ വഴുതനങ്ങ, ഇത് നാടൻ വഴുതനങ്ങ ആയതുകൊണ്ട് നല്ലപോലെ കുഴഞ്ഞു പോവേ, അതെല്ലാം അരിയാൻ വേണ്ടി അവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ തുണിക്ക് സോപ്പ് പൊടിയെല്ലാം ഇടാൻ വന്നു. പിന്നെ ഉപ്പിട്ട് നല്ല തിരുമ്മിയാൽ ഇങ്ങനെ മൊരിഞ്ഞിരിക്കുമായിരുന്നു. പക്ഷേ ഇത് മൊരിഞ്ഞില്ല, കാരണം നാടനായതുകൊണ്ട്. പിന്നെ എണ്ണയെല്ലാം ഒഴിച്ച് അതെല്ലാം കൂടെ അടുപ്പയിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പാത്രമെല്ലാം കഴുകാവേ. പിന്നെ ഞാൻ കാര്യം പറയാം. ഇന്നലത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ മൊത്തം ബ്ലാങ്ക് ആയിട്ടുള്ള പ്രശ്നം, എന്തൊക്കെ പ്രശ്നം വരാമോ അതെല്ലാം എനിക്ക് വന്നു കേട്ടോ. ഞാൻ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉടനെ കഞ്ഞി ഫുള്ള് ദേഹത്തോട്ട് വീണു. അത് കഞ്ഞി വീണിട്ട് എൻ്റെ കാലെല്ലാം പൊള്ളി. അത് കഴിഞ്ഞിട്ട് കൊച്ച് ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ടി വി മറിഞ്ഞ് താഴെ വീണ് ടിവിയുടെ ഗ്ലാസ് ഫുള്ള് പോയി. ഡിസ്പ്ലേ ഫുള്ള് പോയി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വണ്ടി ഇടിച്ചു. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ കുളിച്ച് വന്ന് ചോറൊക്കെ ഉണ്ട് നമസ്കരിച്ചു. കൊച്ചിന് ചോറ് കൊടുത്തു കേട്ടോ. അതാണ് കണ്ടത്. കൊച്ചിന് ചോറ് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ നിസ്കരിക്കാൻ പോയി. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കൊച്ച് വന്നതാണ് കാണുന്നത്. നിസ്കരിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ ഖുറാനൊക്കെ ഓതി. മനസ്സ് ഫുള്ള് ഭയങ്കര പ്രശ്നത്തിലായതുകൊണ്ട് അല്ലെങ്കിലും ഓതും, ഖുറാനൊക്കെ ഓതി. അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാനായിരുന്നു കേട്ടോ. ചോറും ഇന്നലത്തെ മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കൂട്ടി കഴിച്ചു. പിന്നെ കൊച്ചിനെ ആട്ടി ഉറക്കി കഴിഞ്ഞിട്ട് ഞാനും കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്നുള്ള പ്ലാനിലിരിക്കുകയാണ്. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.